സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് മാധ്യമങ്ങളെ കണ്ടത്. ചുരുക്കം വാക്കുകളിൽ അവർ പറഞ്ഞത് ഇത് തീരുമാനം അത് അറിയിക്കും, സീൽ വെച്ച കവറിൽ അറിയിച്ചിട്ടുണ്ട്. വൈകിട്ടോടെ പ്രഖ്യാപനം. UDF ഒന്നിച്ചായിരിക്കുമോ പ്രഖ്യാപനം, അതോ ഓരോ ഘടകകക്ഷികളും പ്രത്യേകം ആയി പ്രഖ്യാപനം നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഒരുമിച്ചൊരു സമയത്ത് പ്രഖ്യാപനം എന്ന നിലയിലേക്കാണ്, അടുത്തടുത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സമയത്ത് തന്നെ പ്രഖ്യാപനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതേസമയം ലീഗിന്റെ മന്ത്രിമാർ ആര് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അന്തിമ ധാരണ ഉണ്ടായിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സാരംഗ് സുധാകരൻ അതിന്റെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, 5 മന്ത്രിമാർ, പക്ഷേ 5 ആണോ എന്ന ചോദ്യത്തോട് ആരും കൃത്യമായി പ്രതികരിക്കുന്നില്ല. ഒക്കെ കാത്തിരുന്ന് കാണാമല്ലോ എന്ന പ്രതികരണമാണ് സാദിഖ് അലി തങ്ങളായാലും പി കെ കുഞ്ഞാലിക്കുട്ടി ആയാലും ഒക്കെ നൽകുന്നത്. MK മുനീർ മാധ്യമങ്ങളെ കാണുമ്പോഴും ഈ 5ന്റെ കാര്യം ഉറപ്പിക്കാൻ മാധ്യമങ്ങൾ പല വിധത്തിലുള്ള ചോദ്യങ്ങളും ശ്രമങ്ങളും നടത്തിയെങ്കിൽ പോലും അതിലൊരു സ്ഥിരീകരണം വരുന്നില്ല. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? സീൽ വെച്ച കവറിൽ ആരുടെയൊക്കെ പേരുകൾ? രേണുക, വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇന്ന് ലീഗ് ഹൗസിൽ ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ നടന്നത്. ഈ ഒരു 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല മറ്റ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ വിഭജനവും അടക്കമുള്ള കാര്യങ്ങളിൽ UDF നേതൃത്വം കഴിഞ്ഞ ദിവസവും അർദ്ധരാത്രി വരെയും ചർച്ച തുടരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ചർച്ച നടന്നത്. അതിൽ 5 മന്ത്രിസ്ഥാനം എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ആവശ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ആ 5 മന്ത്രിസ്ഥാനം എന്നത് ലീഗ് തുടക്കം തൊട്ട് തന്നെ മുന്നോട്ട് വെച്ച ഡിമാൻഡായിരുന്നു. അതിന് കോൺഗ്രസ് നേതൃത്വം എത്ര കണ്ട് സമ്മതം മൂളും അല്ലെങ്കിൽ അത് അപ്പാടെ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിന് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നാണ് ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം. കാരണം വൈകുന്നേരത്തോടു കൂടി തന്നെ അതിൽ പ്രഖ്യാപനം ഉണ്ടാകും. സീൽ വെച്ച കവറിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷമുള്ള അന്തിമ പട്ടിക സീൽ വെച്ച കവറിൽ മുഖ്യമന്ത്രിക്ക് നൽകി എന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കന്മാരടക്കം പറഞ്ഞത്. അതിൽ പ്രധാനമായുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, ഒപ്പം N ഷംസുദ്ദീനും V അബ്ദുൽ ഗഫൂർ എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമോ, അത് ഡിമാൻഡ് ചെയ്യുമോ എന്ന കാര്യത്തിൽ നേതാക്കന്മാർ ആരും വിട്ടു പറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നൽകിയ പട്ടികയിൽ ഇവരുടെ പേരുകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ഈ ഒരു സീറ്റ് വിഭജനം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസ്ഥാനം എങ്ങനെ വിഭജിക്കുമെന്ന കാര്യത്തിലടക്കം കോൺഗ്രസിന് വലിയ കീറാമുട്ടയായി മാറുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ജോസഫ് ഗ്രൂപ്പ് അടക്കം കേരള കോൺഗ്രസ് അടക്കം ഈ ഒരു വിഷയത്തിൽ കടുംപിടുത്തം തുടരുന്നുണ്ട്. 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ട് ഇന്നും ചർച്ച തുടരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു വകുപ്പ് അടക്കം മന്ത്രിസ്ഥാനം അടക്കം ലീഗിന് ഇത്രയും നൽകുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. മാത്രമല്ല 68 സീറ്റുകളിൽ 68 MLA-മാർ കോൺഗ്രസിന് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ശക്തിയായ ഒരു കോൺഗ്രസ് നേതൃത്വം നിലനിൽക്കുന്നു. അതിന്റെ ഘടകകക്ഷിയായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിക്ക് 5 മന്ത്രിസ്ഥാനം നൽകുമോ, ഒപ്പം ഏതൊക്കെ വകുപ്പുകളായിരിക്കും? കാരണം വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകുമോ എന്നൊരു വലിയൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് KM ഷാജിക്കായിരിക്കുമോ നൽകുക, അല്ല ഷംസുദ്ദീനായിരിക്കുമോ നൽകുക എന്നൊരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ സാംസ്കാരിക നായകന്മാരായിക്കോട്ടെ, മറ്റ് എതിർകക്ഷിയിലുള്ള നേതാക്കന്മാരായിക്കോട്ടെ, അവരടക്കം വലിയ വിവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ആ സീറ്റ് അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ ലീഗിന് തന്നെ ആ വകുപ്പ് നൽകുമോ? മറ്റ് സുപ്രധാനപ്പെട്ട വ്യാവസായികമടക്കമുള്ള സുപ്രധാന വകുപ്പുകളാണ് സാധാരണ രീതിയിൽ ലീഗ് കൈകാര്യം ചെയ്യാറുള്ളത്. ആ ഒരു തുടർച്ച ഈ ഒരു സർക്കാരിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറാകാനും സാധ്യതയില്ല. അത് തന്നെയായാലും വെറും മണിക്കൂറുകളുടെ ഒരു കാത്തിരിപ്പ് മാത്രമാണ് ലീഗിന്റെ വിഷയത്തിലടക്കം ഇനി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അവസാന പട്ടിക അത് 2 മണിക്ക് ശേഷം ഗവർണർക്ക് ഇന്ന് കൈമാറേണ്ടതാണ്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് കൈമാറണം. നാളെ 10 മണിക്കാണ് ഇനി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വെറും മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാന സ്ഥിരീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ഒരു 5 പേരുടെ പേരുകൾ ആ പട്ടികയിൽ നൽകിയിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതിന് കോൺഗ്രസ് 5 പേരുടെ പട്ടികയാണ് നൽകിയിട്ടുള്ളത്. അത് പ്രഖ്യാപനം മാത്രം മതി. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പാണ്. ലീഗ് മന്ത്രിമാരുടെ പട്ടിക കൈമാറിയെന്ന് MK മുനീർ സ്ഥിരീകരിച്ചു. അംഗീകരിച്ചാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തും. തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും MK മുനീർ പറഞ്ഞു. അദ്ദേഹം പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതാരെയും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അത് സീൽഡ് കവറിൽ CM-ന് കൊടുത്തിരിക്കുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തങ്ങൾ തന്നെ അത് പ്രഖ്യാപിക്കും. അതൊക്കെ ഇപ്പം അതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും.
5 പേരുടെ പേരുകളാണോ എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിൽ മറുപടി പറയാതെ പോകുന്ന ലീഗ് നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എം കെ മുനീറിനോട് ഈ കോഴിക്കോടിന്റെ പ്രാതിനിധ്യം എന്ന കാര്യം കൂടി സൂചിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അതിൽ മറുപടി പറയുന്നില്ല. തീരുമാനം എന്തായാലും അംഗീകരിക്കും എന്നൊരു കാര്യമാണ് പറയുന്നത്. അതേസമയം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പട്ടികയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ കോഴിക്കോടിന്റെ പ്രാതിനിധ്യം എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, ബി അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ഈ 5 പേർ എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോടിന്റെ പ്രാതിനിധ്യം ഇല്ല എന്ന ഒരു സാഹചര്യം വരും. ഇപ്പോൾ നമുക്കൊപ്പം സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, കോഴിക്കോടിന്റെ പ്രാതിനിധ്യം അത് വലിയ ആവശ്യമായി മുന്നിൽ നിന്നതാണ്. കോഴിക്കോട് നിന്ന് വളരെ സ്വപ്നതുല്യമായ ഒരു വിജയം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനം ലീഗാണ്. ലീഗിന്റെ എല്ലാ സീറ്റുകളും ലീഗ് ജയിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. കെ എം ഷാജി മലപ്പുറത്ത് നിന്നാണ് മത്സരിച്ചത്. പക്ഷേ കെ എം ഷാജിയെ കോഴിക്കോടിന്റെ അക്കൗണ്ടിൽ പെടുത്തും എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകളാണ് നേരത്തെ നടന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് കോഴിക്കോടിന്റെ പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലീഗ് നേതാക്കൾ മറുപടി നൽകുന്നത്? കാസർഗോഡ് നിന്ന് ഒരു മന്ത്രി ഉണ്ടാകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എ.കെ. മഷ്റഫ് ആ രീതിയിൽ വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന നേതാവാണ്. പക്ഷേ ഇതൊക്കെയും പൂർണ്ണമായും ഒഴിവാക്കുകയാണോ? രേണുക, അങ്ങനെ ഈ ഒരു ലിസ്റ്റാണ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ അത്തരത്തിൽ തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം ഈ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വലിയൊരു ചിത്രത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതായത് ജില്ല തിരിച്ചും സമുദായം തിരിച്ചും അല്ലെങ്കിൽ ഘടകകക്ഷികളടക്കം തിരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് മറ്റും പരിഗണിക്കുമ്പോൾ അത് കോഴിക്കോട് ജില്ലയെ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു പട്ടികയിൽ നിന്നും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പട്ടിക സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അതായത് കോഴിക്കോട് ജില്ലയും ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നൊരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം കോൺഗ്രസിന് സമ്മാനിച്ചതും മാത്രമല്ല ലീഗിന്റെ അടിത്തറ കോൺഗ്രസിന് വലിയ രീതിയിൽ പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്താൻ ലീഗ് വലിയൊരു പിന്തുണ നൽകി എന്നത് തീർച്ചയാണ്. എന്ത് തന്നെയായാലും കോഴിക്കോടിന്റെ പ്രാതിനിധ്യത്തിൽ ഇപ്പോഴും ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട്. അതിൽ നേതാക്കന്മാർ അതായത് സംസ്ഥാന ലീഗിന്റെ സുപ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം വലിയ രീതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തുടക്കം തൊട്ട് തന്നെ വിജയം ആവർത്തിച്ച് അല്ലെങ്കിൽ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശേഷം വന്ന പല ചർച്ചകളിലും കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു മന്ത്രി എന്നൊരു ആവശ്യം വലിയ രീതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അത് എത്രത്തോളം ലീഗ് ഇത്തരത്തിൽ ഗൗരവമായി എടുത്തിട്ടുണ്ട്, അങ്ങനെ ഗൗരവമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരം ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ നേതാക്കന്മാർ കോഴിക്കോട് ജില്ലയിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ വലിയൊരു അടിത്തറ ലീഗിന്റെ അടിത്തറയും ഒപ്പം കോൺഗ്രസിന് ഇത്രയും വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം വേണമെന്നത് വലിയ ന്യായമായ ആവശ്യമായിട്ട് തന്നെ മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ യോഗത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു പട്ടിക അന്തിമമാണെങ്കിൽ അത്തരത്തിലൊരു സാധ്യത ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രേണുക, ശരി. സാരംഗ് സുധാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലീഗ് അവരുടെ 5 മന്ത്രിമാർ ആരൊക്കെ എന്നതിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അത് സീൽ വെച്ച കവറിൽ വി.ഡി. സതീശന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് വിവരം. ഔദ്യോഗിക പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വൈകിട്ടോടുകൂടി 21 മന്ത്രിമാർ ആരൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.